അതുപോലെ തന്നെ റബ്ബർ ആറും തോന്നുന്നുണ്ട് ഇത് മുമ്പ് ഇതിലെ. പക്ഷെങ്കിൽ ഇപ്പൊ നല്ല എന്താ പറയാ കൃഷി, നമ്മുടെ കൈപ്പങ്ങ പാവയ്ക്ക കൃഷി കാണുന്ന കേട്ടോ. ആര്യനെ സ്കൂളിൽ നിർത്തിട്ടുണ്ട്, ഞങ്ങള് പോവാണ്. അപ്പൊ ഹായ് 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 ചെയ്യുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയം 10:15 ആര്യമോളൊന്ന് സ്കൂളിൽ കൊണ്ടാക്കും വേണം. പിന്നെ മാറ്റ് ഇന്നലെ കേൾക്കണമെന്ന് കരുതിയിട്ടതാണ്, പക്ഷേ കേൾക്കാൻ വേണ്ടിയിട്ട് സമയമല്ല. ഇനി ഞാൻ രാവിലെ കുറച്ച് തിരക്കായിപ്പോയി. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് രാവിലെ തന്നെ നമ്മളുടെ ഒരു ഫാമിലി മെമ്പർതാണ്, അതായത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള സനൂപ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ട്രിപ്പാണ്. ചേട്ടനാണെന്ന് അറിയില്ല, ബ്രോ ആണെന്നാലും സനൂപ് ബ്രോൻ്റെ ട്രിപ്പാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം മഞ്ചേരിയിലേക്ക് പോകണം. മഞ്ചേരിയിലേക്ക് പോയിട്ട് അദ്ദേഹം പുറത്താണുള്ളത്, വിദേശത്താണ്. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്തോ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം വീട്ടിലേക്ക് എത്തിക്കാനുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ചേരി പോകുന്നു, അത് എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ നമ്മുടെ എന്താ പറയുക വാണിയമ്പലം കഴിഞ്ഞിട്ട് അത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ്, അത്താണിക്കൽ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് രാവിലെ തന്നെ നമ്മളുടെ ഒരു ജോലി എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾക്ക് ആ ട്രിപ്പ് കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ട്രിപ്പല്ലേ, മഞ്ചേരി അത്താണി എന്നൊക്കെ പറയുമ്പോഴേക്കും നല്ല ദൂരമുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളിൽ കേട്ടെ. ആര്യമോൾ അതാ ബാഗൊക്കെ ഇട്ട് റെഡി ആയിട്ട് വരുന്നു. അപ്പോഴേക്ക് ഞാൻ മാറ്റ് ഇട്ടിട്ടാ, എന്നിട്ട് പോകാൻ നമുക്ക് വിറ്റ് പൊന്തണില്ലേ, വേഗം പോര്, വേഗം കയറിക്കോ, എനിക്ക് സമയമല്ല. എന്നിട്ട് ആര്യമോളെ സ്കൂള് അവരെല്ലാവരും കണ്ടിരിക്കണം, ആര്യൻ്റെ ഫ്രണ്ട്സാണ്. പോയിക്കോളടാ, ഞാൻ പോടാ. അപ്പൊ നമ്മൾ പയ്യെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി മഞ്ചേരിയിലേക്കാണ് എത്തേണ്ടത്. മഞ്ചേരിയിലേക്കാണ് എത്തേണ്ടതുണ്ട്, ടൗണൊക്കെ എത്തേണ്ടതില്ല. അതായത് നമുക്ക് ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്, ലൊക്കേഷൻ നോക്കണം. ലൊക്കേഷൻ നോക്കിയിട്ട് ഞാൻ നോക്കിയില്ല ഇതുവരെ. ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ നമ്മളിപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള വിഷയമൊന്നുമില്ല കേട്ടോ. കിലോമീറ്റർ നോട്ട് ചെയ്തിട്ടുള്ള വിഷയമില്ല എന്ന് പറയാൻ കാരണം നമ്മൾക്ക് എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് നമുക്ക് നോക്കാം. അവിടെ നിന്ന് നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് മൊത്തം കിലോമീറ്റർ കിട്ടും. മനസ്സിലായല്ലേ? ഇവിടെ നിന്ന് തന്നെ നോക്കി പോകണമെന്നില്ല, ഇവിടെ നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇവിടുന്ന് നമുക്ക് 21 കിലോമീറ്റർ ആണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ എന്നാണോ കാണിക്കുന്നത്. ടോട്ടൽ 21 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ ഇവിടുന്ന് 21 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. 21 കിലോമീറ്റർ എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏതാണ്ട് അരമണിക്കൂറിന്റെ മേലെ സമയം വരും. ഒരു 10-40 മിനിറ്റിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 40 മിനിറ്റ് ഒക്കെ വരാം. പല രീതിയിലാണ്. റോട്ടിൽ വലിയ തടസ്സങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ എത്തും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഏത് റോഡാണ് ഇത് കിലോമീറ്ററിൽ ഏത്, ഞങ്ങൾക്ക് 2-3 വഴികളുണ്ട് മഞ്ചേരിയിലേക്ക്, ഞാൻ പറഞ്ഞല്ലേ. അതിൽ തന്നെ പ്രധാന 2 വഴിയാണ്. ഒന്ന് തിരുവാലി മഞ്ചേരി വഴി, മറ്റൊന്ന് എളങ്കൂർ മഞ്ചേരി വഴി. വണ്ടൂരിൽ നിന്നും എളങ്കൂർ പോകുന്നു, എളങ്കൂരിൽ നിന്നും മഞ്ചേരിയിലേക്ക് പോകുന്നു, അങ്ങനത്തെ ഒരു വഴി. അപ്പോൾ ഇതിൽ ഏത് വഴിയാണ് ഗൂഗിൾ മാപ്പ് നമ്മൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതനുസരിച്ച് ദൂരത്തിന്റെ മാറ്റം സംഭവിക്കുന്നുണ്ടാവാം. എന്തൊക്കെ ആയാലും വേണ്ടില്ല, നമ്മൾ വണ്ടൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ എൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ്. ഓട്ടോ സ്റ്റാൻഡ് കണ്ടാൽ തന്നെ അറിയാം സംഗതി ശോകമാണ് തോന്നുന്നു. രാവിലെ തന്നെ നമ്മൾക്ക് ഇത്ര ഒരു നല്ല ട്രിപ്പാണത്, ഇത്രയും നല്ല ട്രിപ്പ് തന്നെയെന്ന് പറയാം. നല്ല ട്രിപ്പാണ് കിട്ടിയത്, വളരെയധികം നല്ലതാണെന്ന് പറയാം. ഇത് ഞങ്ങളുടെ നാലുകൂടി ജംഗ്ഷനാണ്. അപ്പൊ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന റോഡ് കാളികാവ് റോഡാണ്. നമ്മൾ ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത് മഞ്ചേരി റോഡ്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പാണ്ടിക്കാട് പെരുന്തമണ്ണ, റൈറ്റ് പോയി കഴിഞ്ഞാൽ നിലമ്പൂർ വഴിക്കട ഊട്ടി ഒക്കെ പോവാം. അപ്പൊ നമ്മൾ നേരെ ഇവിടുത്തെ പണിയൊക്കെ തീർന്നിട്ടോ. പണിയൊക്കെ ഇവിടുത്തെ പണി, ഈ ഓവുപാലത്തിന്റെ പണി അവര് ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളത് പറയാലോ, ഈ സെൻട്രൽ ഓവുപാലത്തിന്റെ പണി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഇനി അവിടെ ഒന്നും കൂടി ഈ റോഡിന്റെ രീതിയിലുള്ള ടാറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. അപ്പൊ ഞാൻ പയ്യെ കയറിയിട്ടുണ്ട് ഈ റോഡിൽ, മഞ്ചേരി റോഡ്. പിന്നെ മഞ്ചേരി റോഡിൽ നമുക്ക് 20 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. 11:01 നമ്മളവിടെ എത്തുന്ന കാണിക്കണം. ഇപ്പൊ 10:24 സമയം. നല്ല അടിപൊളി ചൂണ്ടക്കാലാവസ്ഥയാണ് ഇന്നത്തത്. നല്ല കാലാവസ്ഥയാണ്, ഓവർ വെയിലോ കാര്യം ഒന്നുമില്ല. ഒരു ചെറിയൊരു മൂടിക്കെട്ടിനോട് ചെറിയൊരു പ്രകാശം അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വഴി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു വഴി പോകുന്നതാ ഇതുവഴിയാണ്. അതിൽ പോയി കഴിഞ്ഞാൽ ഇളങ്കൂർ വഴി നമുക്ക് മഞ്ചേരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് നമ്മൾക്ക് ലൊക്കേഷൻ കാണിക്കുന്നത് തിരുവാലി വഴി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് എത്തുന്നത്. അല്ലെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് വെച്ച് നോക്കുമ്പോൾ ഇതിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേങ്കിൽ ഇതുവഴി പോകുമ്പോൾ ചെള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചെള്ളിത്തോട് എത്തുമ്പോഴേക്ക് റോഡിന് അവിടെ ഒരു ബ്രിഡ്ജിന്റെ പണി നടക്കുന്നുണ്ട്.
അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തന്നെ ആ, വലിയ മോശമല്ല, എന്നാലും ചെറിയ ചെറിയ കുഴികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പൊ ഈ കാണുന്ന ഒരു മജയുണ്ടല്ലോ, ഇപ്പൊ റോഡ് നല്ല വൃത്തിയാണ്, നല്ല പുതുമയുള്ള റോഡാണ്, പുതിയ റോഡാണ്, പുതിയ ടാറിങ് ആണ്. അപ്പൊ അത് ഇവിടുന്ന് കുറച്ചൊരു 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ പിന്നെ അതില്ല. ഇപ്പൊ ഇവിടെ വെച്ച് ഈ റോഡിന്റെ ആ ഒരു പുതുമ തീർന്നു. ഇനി പഴയ റോഡാണ്. ഇനി ചെറിയൊരു ചാട്ടം കളിയൊക്കെ ഉണ്ടാവും, അതായത് പാച്ച് വർക്കുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ കുഴികൾ കാര്യമൊക്കെ ഉണ്ടാവും. എന്നാൽ അത്ര കണ്ട് മോശം എന്നൊന്നും പറയാനില്ല കേട്ടോ, നല്ല റോഡ് തന്നെയാണ്. അതുപോലെ തന്നെ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കയറിയിട്ട് അതൊരു അമ്പ് പോലെ കിടക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് ട്രാക്ക് ഉണ്ടാവില്ല, നമുക്ക് സെൻട്രലിലൂടെയുള്ള ട്രാക്കോ സീബ്ര ലൈന് കാര്യങ്ങളൊന്നും ഈ ഒരു റോഡിന് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി, കുറെ ഈ റോഡൊക്കെ റീഡാറിങ് ചെയ്തൊക്കെ. പിന്നെ ചെള്ളിത്തോട് എത്തിയിട്ടില്ല നമ്മളിപ്പോ കോഴിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണത്, കോഴിപ്പറമ്പ്. അപ്പൊ ഇതാണ് ചെള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. കണ്ടാ, ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ പണി നടക്കുവാണ്. എന്നാൽ ഇവിടെ ടാറിങ് ഒന്നും കഴിഞ്ഞിട്ടുള്ള ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് പോയി ചാടുന്ന പോലെ ആയിരിക്കും ഇവിടെ കുണ്ടുകളൊക്കെ ഉണ്ടാവുക. ആടി ആടി പോകാനേ പറ്റുള്ളൂ, പതുക്കെ പോകാനേ പറ്റുള്ളൂ. ഇതിന് മുമ്പ് ഇതിനേക്കാൾ മോശമായിരുന്നു. എന്താ വെച്ചാൽ ഈ കോറി വേസ്റ്റ് ഇട്ടതുകൊണ്ട് ചെറിയ, അതായത് വലിയ വേസ്റ്റ് അല്ല, വലിയ കല്ലുള്ള വേസ്റ്റ് അല്ല, ചെറിയ ചെളിയോട് കൂടിയിട്ടുള്ള അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. പിന്നെ ബസ്സുകളും വലിയ വലിയ വാഹനങ്ങളൊക്കെ പോകണല്ലോ. ഈ ഒരു പാലത്തിന്റെ പണി തുടങ്ങിയിട്ടൊക്കെ പാലം കുറച്ചായി, ഇപ്പോഴാണ് തീർന്നിട്ടില്ല പൂർണ്ണമായിട്ട്. പക്ഷെ എങ്കിൽ ഈ ഒരു സൈഡൊക്കെ നല്ല വീതിയായി. മുമ്പ് ഇത്ര വീതിയൊന്നും ഇല്ലായിരുന്നു, ഒരു ചെറിയൊരു പാലമാണ്. ആ പാലമൊക്കെ മാറ്റി വലിയ പാലമാക്കി. പാലത്തിന്റെ അടുത്ത് നല്ല വീതിയുണ്ട്, വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ ഒന്ന് ടാർ ചെയ്ത് സെറ്റ് ആവണം. ടൈം എടുത്ത് പോവാം. മഴ ആയതുകൊണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം കുറെ ഇതിന്റെ പണി തുടങ്ങിയിട്ട്. എന്താണോ അവ തടസ്സം നമുക്കറിയില്ല. കുണ്ട് ചാടിയിട്ടാണെങ്കിൽ മൂന്തല്ലാത്തൊരു വണ്ടി. ആ വണ്ടിക്ക് മൂന്തല്ല, മുഖമില്ല. മൂന്തെന്ന് പറയണ മുഖമല്ല. ഞങ്ങളുടെ മുഖത്തിന് മൂന്തെന്നും പറയും. അവന്റെ മൂന്ത ശരിയല്ല, ഇത് അവന്റെ മൂന്ത നമുക്ക് നോക്കാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഇനി അടുത്തായിട്ട് നമ്മൾ എത്താൻ പോകുന്നത് തിരുവാലിട്ടാ. അപ്പൊ ഇതാണ് തിരുവാലി എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് നമ്മൾക്ക് നിലമ്പൂരിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് റൈറ്റ് എടുത്താൽ മതി. ഈ കാണുന്ന റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിലേക്ക് പോവാം. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മഞ്ചേരിയിലേക്കാണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ എടവണ്ണയിലേക്കാണ്. എടവണ്ണ നമ്മളിതിന് മുമ്പ് ചൂണ്ടയിടാനൊക്കെ വേണ്ടിയിട്ട് പോയില്ലേ, എടവണ്ണ ആ ഒരു ഭാഗത്തേക്ക് പോകും. നമ്മൾ നേരെ ഈ താഴത്തെ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. പ്രധാന റോഡാട്ടത്, മെയിൻ റോഡാണ്. കാരണം ഇവിടെ ചെറിയ വീതി കുറവ് നമുക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ കുഴികൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോ കുറെ ആയിട്ട് ഈ ഒരു വഴിയിലൂടെ അങ്ങനെ വന്നിട്ട് മഞ്ചേരിയിലേക്ക്, സാധാരണ എളങ്കൂർ മഞ്ചേരി പോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ റോഡ് മുമ്പത്തേക്കാളും കുറച്ചും കൂടി മോശമായിട്ടാണ്. ഒരു യാത്രാസുഖം ഇതുവഴി പോകുമ്പോൾ കിട്ടുന്നില്ല, വെറും ചാട്ടമാണ്. ചാട്ടം എന്ന് പറഞ്ഞ പാച്ച് വർക്ക് കൂടുതലായിട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുഴികൾ ധാരാളമായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എവിടെ നമുക്ക് റോഡിൽ ട്രാക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കാണാൻ പറ്റാത്തത് ഇതാണ്, റോഡ് വീടാറ് ഇതൊക്കെ കുറെ ആയിട്ടുണ്ട്. ഞാൻ കാരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പക്ഷെങ്കിൽ വൈപ്പർ ഇടാൻ മാത്രം ഇല്ലെങ്കിലും ഒരു ചെറിയൊരു മഴ ഇവിടെ പെയ്യുന്നുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴ. ഇവിടുന്ന് റൈറ്റ് ഇവിടെ ഒരു വൈറ്റ് ടൈപ്പ് ആവി റോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റോഡ് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നിലമ്പൂരിലേക്കുള്ള റോഡാണ്. നിലമ്പൂര്, ഗൂഡല്ലൂര്, ഊട്ടി റോഡാണത്. ആ റോഡിന് പോകുമ്പോൾ ഇവിടെ തുടക്കത്തിൽ വരുന്നത് എടവണ്ണ വലിയ ടൗൺ വരുന്നുണ്ട്, പിന്നെ മമ്പാട് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വടവറ കഴിഞ്ഞാൽ നിലമ്പൂര് കഴിഞ്ഞ് ചന്തക്കുന്ന്, പിന്നെ അങ്ങനെ വഴിക്കടവ്. അവിടുന്ന് കയറി കഴിഞ്ഞാൽ നാടുകാണി പോവാം, അങ്ങനെ പോവാം, എവിടേക്ക് വേണമെങ്കിലും. നമ്മളുടെ യാത്രക്ക് അധികം ആ ഒരു ഏരിയ പിടിച്ചേർന്ന് മേലേക്ക് കയറി പോക്കട്ടാ. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലമാണ് തൃക്കലങ്ങോട് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇവിടുന്ന് റൈറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ മാപ്പ് നമ്മളോട് പറയുന്നത്. ഞാനിവിടുന്ന് റൈറ്റ് കയറാണ്. നേരെ പോകാനൊരു ബൈ റോഡ് കൂടി കാണിക്കുന്നുണ്ട്, അത് നേരെയാണ്, നേരെ പോയിട്ട് തിരിയാനുള്ളതാണ്. പക്ഷെങ്കിൽ നമുക്ക് ഇതുവഴി പോയി നോക്കാം. ഞാൻ ഈ റോഡും വല്ലാതെ പോയില്ല. ഈ റോഡിന് നമ്മൾക്ക് 7 കിലോമീറ്ററോളൊക്കെ പോകാനുണ്ട് കേട്ടോ. ഈ റോഡ് എന്താ അവസ്ഥ അറിയില്ല. ഈ റോഡ് മോശമാണെങ്കിൽ പോരുമ്പോൾ നമുക്ക് അപ്പുറത്ത് കൂടെ പോരാം. ഇത് പിന്നെ സാധാരണ ഒരു പോക്കറ്റ് റോഡ് തന്നെയാണ്.
ഇതന്നെ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവൻ ചാൻസ് ഇല്ല, ചിലപ്പോ ഉണ്ടാവട്ടോ, പറയാനും പറ്റില്ല. റോഡ് ഇവിടെ തുടക്കത്തിലൊക്കെ കാണുമ്പോ ചെറിയ ചെറിയ മോശമൊക്കെ കാണുന്നുണ്ട്. കുണ്ടും കുഴിയും പരമാനന്ദാണല്ലോ. ആനന്ദം ആനന്ദം കൊള്ളാം. അല്ല, ചെറിയ ഇത്തരം നിസ്സാര കേസൊക്കെയാണെങ്കിൽ നമുക്ക് വിഷയമല്ല. പക്ഷെ വലിയ കുഴികളോ വലിയ രീതിയിൽ ഒരുപാട് ദൂരത്തേക്ക് കംപ്ലൈന്റ് വരുമ്പോഴാണ്. ഈ റോട്ടിന് കയറിയപ്പോ ഫുള്ളായിട്ട് കഴുങ്ങ് തെങ്ങ് അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് അതിൽ ധാരാളമായിട്ട് കാണുന്നത് കേട്ടോ. അത്തരം കൃഷികളൊക്കെയാണ്. അതുപോലെ തന്നെ മഴ ഇവിടെ നമുക്ക് വൈപ്പറിനുള്ള മഴ ഇല്ലെങ്കിലും തുള്ളി തുള്ളി ചാറി ചാറി പെയ്തുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഇപ്പൊ കുറച്ച് മുമ്പ് വരെ മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. റോഡിലെ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റോഡ് കയക്കാൻ വേണ്ടി പാടില്ല, ശ്രദ്ധിച്ച് പോകണം. ഇവിടെ അങ്ങനെ റോഡ് വളരെ മോശം. ഇവിടെ ചെറിയൊരു കുളമുണ്ട്, ഒരു കുളമുണ്ട്. പക്ഷേ റോഡ് ഇവിടെ വളരെയധികം മോശമാണ്. കണ്ടോ, ഒരു ഇറക്കമാണ്, ഒരു കയറ്റ്. നമ്മൾ കയറ്റം കയറി കൊണ്ട് നിൽക്കുകയാണ്, ഒരു കയറ്റമാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ മോശമായത്. ഇടയ്ക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ആകെ ടൈറ്റ് ആക്കിയാണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഏതാ റോഡ്? ഇവിടെ നമ്മൾ റൈറ്റ് ആവും അല്ലേ? റൈറ്റ് തന്നെ. റോഡ് അത്ര നല്ലതല്ല കേട്ടാ. നമ്മൾ പോകുന്നിടത്തോളം റോഡ് മോശമാണ്. ഇതുപോലത്തെ വെയിറ്റിംഗ് ഷെഡ് അല്ല, ഇത് ഷെഡാണ്. അതായത് ഇവിടുത്തെ ആളുകള് ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ, അല്ലെങ്കിൽ രാത്രിയൊക്കെ വന്ന് ചെക്കന്മാരൊക്കെ ഇരിക്കുന്ന ഒരു ഷെഡ്, ഒരു പാടി. അപ്പൊ അതിവിടെ ധാരാളമായിട്ട് ഈ ഒരു വഴിയിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പോരുമ്പോ നമുക്ക് മറ്റേ റോഡ് പോകാനാലോ എന്ന് കരുതുന്നുണ്ട്. ഇപ്പൊ റോഡ് ഓക്കെ ആയോ? ഇപ്പൊ റോഡ് ഓക്കെ ആയി. ഇനി നമ്മൾക്ക് 6 കിലോമീറ്ററോളം ഇനിയും പോകാൻ പറ്റാം. 6 5.5 കിലോമീറ്റർ. ഇനി ഇവിടെ ഒരു 4 ജംഗ്ഷൻ ആണ് എനിക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് കാണുന്നത്. ഇവിടുന്ന് നമ്മളിങ്ങനെ റൈറ്റിക്കാണ് പോകേണ്ടത്. അതിലെ നേരെ ഗുഡ്സ് നിൽക്കുന്നതിൽ പോയാലും പോവാട്ടോ. അതിലെ താഴത്തേക്കൊരു വഴി തന്നെയാണ്. സ്ഥലത്തിന്റെ പേര് നെല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. നെല്ലിക്കുന്ന് കൊടക ആനക്കോട്ടുപുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ആനക്കോട്ടുപുറം എന്ന് പറയുന്ന സ്ഥലത്ത് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് നമ്മളുടെ നാട്ടില്, അതായത് ഇത്രയധികം കൃഷി, നമ്മുടെ കൈപ്പങ്ങ പാവയ്ക്ക കൃഷി കാണുന്ന കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാവയ്ക്ക ധാരാളമായിട്ട് അതുമലൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് പയറ് കൃഷി ചെയ്തിട്ടുണ്ട്. നല്ല കർഷകർ അതുകൊണ്ട് അടിപൊളിയിലെ നല്ല രസമുണ്ട്. പന്തലൊക്കെ ഇട്ടിട്ട് നല്ല വിളവെടുപ്പായിട്ടുണ്ട്, വിളവെടുക്കാനായിട്ടുണ്ട്, മൂത്തിട്ടുണ്ടല്ല. ഒരുപാട് ഏരി ചെയ്തിട്ടുണ്ട്. അവിടെ അവര് ജോലിക്കാരുണ്ട് കേട്ടോ, പണിക്കാരാവില്ല ചിലപ്പോ, അവരെന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കാം. എങ്കിലും അത്യാവശ്യം ഏരി ചെയ്തിട്ടുണ്ട് അവര്. അവയ്ക്ക് ഞാൻ വന്ന് അങ്ങനെ ആമയൂർ എന്ന് പറഞ്ഞ സ്ഥലം, ആമയൂരിന്ന് നമ്മള് ലെഫ്റ്റ് കയറി. ആമയൂര് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാട്ടോ വരുന്നത് ആമയൂരിലേക്ക്. അപ്പൊ ആമയൂർ ടൗണാണ് കൊള്ളാം. അതായത് നമ്മൾ എത്താനായി. പിന്നെ ഒരു 650 മീറ്ററും കൂടി ഉള്ളു. 650 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തുക. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താണ് എടുക്കാനുള്ളത് അത് എടുക്കുന്നു. അതേപോലെ തന്നെ റിട്ടേൺ വണ്ടൂരിൽ പോകും. റോട്ടിലാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്, എന്റെ അമ്മ ചെയ്യണ പോലെ. അതായത് 100 മീറ്ററും കൂടി ഇനി ഇവിടുന്ന് റൈറ്റിക്കുള്ള റോട്ടിന് കയറാം. ചെക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, ചെക്കുളം ഈ റൈറ്റിക്കുള്ള റോഡ്. നമുക്ക് ആൾക്ക് വിളിച്ചു നോക്കാം അല്ലെ, നമ്പറുണ്ട്, ഏറ്റവും വിളിച്ചോട്ടെ. ഇവിടെ എവിടെയാണ് വീട് അറിയില്ലല്ലോ, നമുക്ക് വിളിച്ചു നോക്കാം. ചിലപ്പോ ഈ അടുത്ത് കാണുന്ന ഈ 2 വീടുകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വീടാവാം. സനൂപിന്റെ ഫ്രണ്ടാണ്. ഞാനിവിടെ ഞങ്ങളെ ലൊക്കേഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഏതാണാവല്ലേ? നമ്മൾ ഈ ലൊക്കേഷൻ അയച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലൊക്കേഷൻ എന്താ വെച്ചാല് ഇപ്പൊ അവര് ഈ റോഡും അവരുടെ വീടും തമ്മിൽ, അവരെ വെച്ചിട്ടുള്ള ലൊക്കേഷൻ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോ ഞാൻ കാണിച്ചുതരാൻ കഴിയും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വേണ്ട, ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വഴിയിലാണ്. ആ ചുവപ്പ് കാണുന്ന അവരുടെ വീട് അവിടെ ആയിരിക്കാം. അതാണ് ഈ ലൊക്കേഷന്റെ വേറെ പ്രശ്നം. നമ്മൾ കറക്റ്റായിട്ട് എത്തില്ല. നമ്മൾ കാണാൻ വന്ന ആളാണ് പോകുന്നത്. ആളുടെ വീട്ടിലേക്കുള്ള വഴി അതിലെയാണ്.
അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് സാധനം നമ്മുടെ കയ്യിൽ തന്നു. ഇനി ഇത് ഈ പറഞ്ഞതുപോലെ സനൂപിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടുന്ന് ഇനി സാധാരണഗതിയിലാണ്. ഇവിടെ നമ്മൾ കിലോമീറ്റർ നോക്കണം. ഇവിടുന്ന് നമ്മൾ 2.5 കിലോമീറ്റർ. ഓക്കെ, നമ്മൾ കിലോമീറ്റർ നോക്കിയിട്ടുണ്ട്. ഇനി വേണം അദ്ദേഹം നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് സനൂപ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങനെയും പോവാം. ഞാൻ വന്ന വഴി തന്നെ റിട്ടേൺ പോവാന്നാണ് കരുതുന്നത്. ഇവിടുന്ന് നമുക്ക് സനൂപ് അയച്ചു തന്നിട്ടുള്ള ലൊക്കേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ 27 കിലോമീറ്റർ ആണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ളത്. നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കാം. 27 കിലോമീറ്റർ ആണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് 2.5 കിലോമീറ്റർ തുടങ്ങി 1/2 കിലോമീറ്റർ വരെ നമ്മൾ നോട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ കൃത്യമായ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കൃഷിയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണ്. കൃഷി ചെയ്യാൻ കൂടുതൽ താല്പര്യമുള്ള ആളുകളാണ്. അധികം വീടിന്റെയും ഫ്രണ്ടിലായിട്ടും അതുപോലെ തന്നെ ബാക്കിലും ഒക്കെ ഈ അടുക്കള കൃഷി പോലെ നമ്മൾ നേരെ തന്നെ ഇട്ട് വന്നത് കാരക്കുന്ന് ആമയൂര് നേരെ വന്നത്. അവിടുന്ന് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ മഞ്ചേരിയിലേക്ക് പോകും. അപ്പോ കൃഷിയുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ ഈ പയറ് അതുപോലെ തന്നെ മത്തന്റെ വള്ളികളൊക്കെ കാണാൻ വേണ്ടി അങ്ങനത്തെ ചെറിയ ചെറിയ കൃഷികൾ. അടുക്കള കൃഷി അറിയില്ല നമ്മൾ, അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്ന പയറ് കൃഷി ചെയ്തത് ഇത് കാടുമ്പോന്നല്ല, പയറ് കൃഷി ചെയ്തേക്കുവാണ്. ഇതൊക്കെ ഞാനാ പറഞ്ഞ ഇനത്തിൽ പെടും. അത്തരത്തിൽ ഒരുപാട് പേർ റോഡിന്റെ സൈഡിലേക്ക് കൃഷി ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അവർക്ക് ഉപയോഗിക്കാനുള്ള പയറും എന്താ പറയാ പടവലം. അപ്പൊ മഞ്ഞളാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. റോഡിന്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ മഞ്ഞള്. ഞാൻ പറഞ്ഞില്ല, ഇവര് കൃഷി അതിന്റെ അപ്പുറത്ത് പയറുണ്ട്. കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നാളികേരം പൊളിക്കുന്നു. അതുപോലെ തന്നെ ചേമ്പ് ചേന പോലത്തെ നാടൻ കൃഷികളും ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ചേമ്പൊക്കെ അല്ലെ. വഴിയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്നത് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്നായിരുന്നു. ഞാൻ പാമയൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പക്ഷേ നമ്മൾ ഇനി പോകുന്നത് നേരെയാണ്. അപ്പൊ അങ്ങനത്തെ ചെറിയൊരു ചേഞ്ച് വഴിയിലുണ്ട്. ഇത് നേരെ കാരക്കുന്നിക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചേഞ്ച് ആക്കിയതല്ല, ഗൂഗിൾ മാപ്പിനെ എനിക്ക് അങ്ങോട്ട് ഇതിലാണ് കാണിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നേരത്തെ ഗൂഗിൾ മാപ്പ് ഇത് കാണിക്കാൻ? ഗൂഗിൾ മാപ്പിന്റെ പ്രശ്നം അതാണ്. വഴി ചിലപ്പോ തോന്നിയ പോലെയൊക്കെ മാറ്റും. ഈ ആമയൂർ എന്ന് പറയുന്ന സ്ഥലം ചെറിയൊരു ടൗൺ ഏരിയ ആണല്ലേ. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. മഞ്ചേരിയിലേക്ക് പോവാ. വെറുതെ പ്രധാന ടൗൺ മഞ്ചേരിയാണ്. മഞ്ചേരിയിലേക്ക് അല്ലെങ്കിൽ കാരക്കുന്ന് ആ ഒരു ഭാഗത്തേക്ക് പിടിക്കണം. മഞ്ചേരിയാണ് ഏറ്റവും വലിയ ടൗൺ. അപ്പൊ അവിടേക്ക് പോവാതെ തന്നെ ഉണ്ടാ. ഇവിടൊക്കെ പയറാണ്. ധാരാളം പയർ കൃഷി ചെയ്തത്. എല്ലാവരും പറമ്പിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടെ വെള്ളാരംകല്ല് എന്ന് പറയുന്ന സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് കേട്ടതുകൊണ്ടൊന്ന് കാണിക്കാൻ കഴിയും. നല്ല പേര് അല്ലേ, വെള്ളാരംകല്ല് എന്ന് പറയുന്നത്. ഞങ്ങളവിടെ ഒരു കല്ലുണ്ട് അങ്ങനെ, വെള്ളാരംകല്ല്. വെള്ള കളറില് നല്ല കുപ്പിച്ചില്ല് പോലത്തെ ഒരു കല്ലാണ്. അതുപോലെ തന്നെ റബ്ബർ ആറും തോന്നുന്നുണ്ട് ഇതിന് മുമ്പ് ഇതില്. പക്ഷെ എങ്കിൽ ഇപ്പൊ നല്ല എന്താ പറയാ കുമ്പളങ്ങ അറിയാം. കുമ്പളം കൃഷി ചെയ്തിട്ടുണ്ട് അതില്. ഇവിടെ ധാരാളമായിട്ട് ചെറു കുളങ്ങളും ഉണ്ട്. ഈ റോട്ടിനെ ചെറിയ ചെറിയ കുളങ്ങള് ധാരാളമായിട്ടുണ്ട്. അത് ഞാൻ കണ്ടു. അതായത് നമ്മൾക്ക് ഇതില് എങ്ങോട്ടോ ദൂരം കുറവ്. ഇതില് നമ്മൾക്ക് വളരെയധികം ദൂരം കുറവായിരുന്നു. നമ്മൾ കാരക്കുന്നെത്തി. നമ്മൾ ഇനി ഇവിടുന്ന് പോവേണ്ടത് റൈറ്റ് ആണ്. കാരക്കുന്നെത്തി അറിയാൻ കാരണം ഇവിടുന്ന് റൈറ്റ് പോകാൻ കാരണം സാധാരണ നമ്മൾ കാരക്കുന്ന് നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. നമ്മളിപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് മഞ്ചേരി ഭാഗത്തേക്ക് തന്നെയാണ്. മഞ്ചേരി ഭാഗത്ത് പക്ഷെങ്കിൽ ഇതാണ്, ഈ റൂട്ടാണ് അവിടേക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റൂട്ട്. ശരി, എനിക്ക് ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ബാക്കിക്ക് അങ്ങോട്ട് പോവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, നിലമ്പൂര് വഴിക്കടവ് അതുപോലെ തന്നെ എടവണ്ണ മമ്പാട് ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വഴിയാണിത്. നമ്മൾ നേരത്തെ മഞ്ചേരിയിലേക്ക് അല്ലെങ്കിൽ നേരത്തെ നമുക്ക് ഈ ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിരുന്നത് നേരെ ആയിരുന്നു. നമ്മളപ്പോ ഞാൻ വൈറ്റ് ടൈപ്പ് റോഡ് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ്. കൊള്ളാട്ടോ കളി. നല്ല റോഡായിരുന്നു. നല്ല റോഡാണ്. പെട്ടെന്ന് പോവാനും വേണ്ടിട്ട് പറ്റും. പെട്ടെന്ന് എത്താനേ ദൂരം കുറവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് ദൂരം ഒരു കിലോമീറ്ററിന്റെ മാറ്റം അങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ.
അധികമൊന്നുമില്ല, ഒരു കിലോമീറ്ററിന്റെ മാറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. നമ്മളങ്ങനെ വണ്ടൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടൂർ ടൗണിൽ നേരെയാണ് നമ്മൾ പോകേണ്ടത്. മഞ്ചേരി റോട്ടിൽ നിന്നും ഇനി കാളികാവ് റോട്ടിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നമ്മളെ തടഞ്ഞു വെച്ചേക്കുവാണ്. ഓക്കെ, പോവാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോവേണ്ടത് വാണിയമ്പലം, വാണിയമ്പലത്തിൽ നേരെ പൂക്കോട്ടുംപാടം, പൂക്കോട്ടുംപാടത്തേക്കല്ല, പൂക്കോട്ടുംപാടം റോഡ്, ശാന്തി, അത്താണി. വാണിയമ്പലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാല് പൂക്കോട്ടുംപാടം, പൂക്കോട്ടുംപാടം റോഡിനാണ് നമുക്ക് പോവേണ്ടത്. നേരെ പോയി കഴിഞ്ഞാല് കാളികാവാണ്. ഇവിടെ ചെറിയൊരു കെട്ട് വരും കേട്ടോ, ഇവിടെ തിരിയണ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട്. അപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ കാളികാവ് ഈ റോഡാണ് നമുക്ക് പോകേണ്ടത്, അത്താണിയേക്കാണ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ലൊക്കേഷനിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അത്താണി എന്ന് പറയുന്ന സ്ഥലം. ചെറിയൊരു സ്ഥലമാണ് അത്താണി എന്ന് പറയുന്നത്. അത്താണി കയറ്റമുണ്ട്. അത്താണി കയറ്റമാണ് കുറച്ചും കൂടി എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള സ്ഥലം. വേറെ ഒന്നല്ല, അവിടെ ബീവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് റൈറ്റ്, ഈ റൈറ്റ്, പക്ഷെ ഈ റൈറ്റിക്കല്ലല്ലോ നമുക്ക് ലൊക്കേഷൻ ഉള്ളത്. ഈ റൈറ്റിക്കല്ലല്ലോ ലൊക്കേഷൻ ഉള്ളത്. ലൊക്കേഷനിൽ വേറെ സ്ഥലം. അതായത് നമ്മള് എന്താ പറയാ, അവര് മൊബൈലിൽ പറഞ്ഞിട്ടുള്ളത് ഈ റോഡാണ്. ലൊക്കേഷനിൽ വരുന്നത് നമ്മൾ കയറ്റവും കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ടുള്ള വഴിയാണ് ലൊക്കേഷനിൽ കാണിക്കുക. അപ്പം വിളിച്ചു നോക്കാല്ലേ. അതായത് ഈ ഒരു റോഡ് തന്നെ, പക്ഷേ ലൊക്കേഷൻ വേറെ വഴിക്ക് കാണിക്കണം. വേറെ വഴിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് നമ്മൾ വേറെ വഴിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ അത്താണിയും കഴിഞ്ഞ ഒരു വളവുണ്ട്, ടർഫ് കാര്യങ്ങളൊക്കെ. അതുവഴി റോഡ് വരുന്നുണ്ട്. ആ റോട്ടിലാണ് ലൊക്കേഷൻ കിടക്കണം. പക്ഷെ അവർ ഫോൺ വിളിച്ച് എന്നോട് നേരത്തെ ഈ ഒരു വഴി പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാതായി. അപ്പൊ ഈ സനൂപ് എന്ന് പറയുന്ന അവരുടെ അമ്മേന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഒരാഴ്ച തന്നായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് വിളിച്ചപ്പോ അമ്മ ഇതുവഴി തന്നെയാണ് പറഞ്ഞത്. പിന്നെ സനൂപും തന്നെ പറഞ്ഞത് നമ്മളോട് ഇതുവഴി തന്നെയാട്ടാ. നല്ല അടിപൊളി ഏരിയ ആണ് ഈ ഏരിയ. ആ പീടി കഴിഞ്ഞ റബ്ബറൊക്കെ മുറിച്ച് അവിടെ കഴിയണോ? അംഗനവാടിന്റെ അവിടെ നിന്ന് ലെഫ്റ്റിക്ക് പോയിട്ട് പീടിയ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ റബ്ബർ മുറിച്ച് കാണുന്നു. ഒറ്റയ്ക്കൊരു ഷീറ്റൊക്കെ ഇട്ട പീടിയ. അവിടുന്ന് ഇടത്തേക്ക് താഴത്തേക്ക് റോഡ് പോകുന്നുണ്ട് പീടിനെ ചാരിയിട്ട്. അവിടുന്ന് ഞാൻ കുറച്ച് പോകുന്നു. അപ്പൊ തന്നെയാണ് ഈ റബ്ബർ മുറിച്ചിട്ടുള്ള സ്ഥലം കണ്ടത്. ആ റബ്ബർക്ക് എത്തണം. ബാക്കിലാണോ? ഇവിടെ റബ്ബർ മുറിച്ചത് കണ്ടില്ല. ആണോ? ആ അതാണല്ലോ വീട്. എന്നിട്ടാണോ? ആ അവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ. ആ ഞാനിവിടേക്ക് എത്തിയില്ലേ. അപ്പൊ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വീട്, സനൂപേട്ടൻ്റെ വീട്. സനൂപ്രോന്റെ വീടാണ്. നല്ല വാഴയൊക്കെ ഉണ്ടല്ലോ. വാഴയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, മഞ്ഞളുണ്ട്. അടിപൊളി ഏരിയ. ഈ റോഡ് ഞാൻ അങ്ങോട്ടേക്ക് അധികം പോയില്ല. ഏതാണ്ട് ഇത്ര ഇവിടെ ഒരു പീടിയുണ്ട്, ആ പീടിയ വരെ വന്നുള്ളൂ. വാഴയുണ്ട്, എന്താ പനവാഴയോ? പുള്ളിക്കാരൻ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു അവിടേക്കൊന്ന് വീഡിയോ എടുക്ക് കാണാലോ എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് വീട്, കണ്ടില്ലേ? ഇനി എന്നാ വരണാവോ? എന്തായാലും 650 രൂപയാണ് നമുക്ക് വരുന്നത്. 28.5 കിലോമീറ്റർ വരുന്നുണ്ട്. നമുക്ക് അവിടുന്ന് ലൊക്കേഷനിൽ നോക്കിയപ്പോൾ 27 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. പക്ഷേങ്കിൽ നമുക്ക് 28.5 കിലോമീറ്റർ. അപ്പോൾ 28.5 ഇൻറ്റു 22.50. ശരിക്ക് ഇതിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യും, അതായത് 3.75 പൈസ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വാടക എന്ന് പറയുന്നത്. 637 രൂപ. ഇതൊക്കെ ഒരു 640 രൂപ അങ്ങനെയാണ് മേടിക്കാറ് നമ്മൾ സാധാരണ.
അങ്ങനെയെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ദൗത്യം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ അമ്മ നമ്മൾക്ക് 650 രൂപ തന്നിട്ടുണ്ട് കേട്ടോ. 640 അമ്മേനോട് ഞാൻ പറഞ്ഞത്. അമ്മ എനിക്ക് 650 രൂപ തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇനി നേരെ വണ്ടൂരിലേക്ക് നമ്മൾ ഈ ഒരു ട്രിപ്പ് ആരംഭിക്കുന്നത് 10:20 തോന്നുന്നു. ഇപ്പൊ 12:35. 10 2 മണിക്കൂർ സമയം, 2 മണിക്കൂർ 15 മിനിറ്റ് ആ ഒരു നേരമൊക്കെ ആയി. ഇതായിരുന്നു നമുക്ക് ലൊക്കേഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന പീടിയൊക്കെ. മീൻ കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഓള് പറയാ സാമ്പാർ ഉണ്ടാക്കിയാണ്. അപ്പൊ കറി വെക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ കറി വെക്കാൻ തന്നെ കരുതി ഫേദറ വാങ്ങിയിരുന്നു. ഏതായാലും ഇനി ഞാൻ നേരെ അങ്ങാടിയിലേക്ക് വേണ്ട. 1 മണിയായി, സമയം 1 മണിയായി. അങ്ങാടിയിൽ പോയിട്ട് 2 മണിയൊക്കെ ആകുമ്പോ വന്നാല് ഓക്കെ. ഇനി ഇവിടെ എന്തെങ്കിലും കിട്ടു നോക്കാം. കുറച്ചേരം ലൈനിൽ റെസ്റ്റ്. ചെങ്ങന്മാരെ ലൈനിന്ന് ഒരു ലോക്കൽ എത്തിയതാണ്. നാട്ടിലേക്കല്ല, നാടിന് തൊട്ടടുത്തേക്ക് ഒരു 50 രൂപ പോയിന്റ്. കറങ്ങി തിരിഞ്ഞ് അങ്ങനെ പോവണേ. എന്നാലേ നാട്ടുംപുറം, നമ്മുടെ നാട്ടുംപുറമാണ്. 50 രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. സമയം 2:17 ആയിട്ടാ. വീട്ടിക്ക് പോവാതെ ട്രിപ്പും കാത്തി ലൈനിൽ ഇരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഉച്ചയ്ക്ക് ശേഷം ചിന്നുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്, ക്ലിനിക്കിൽ പോകാനുള്ള, ഡോക്ടറെ കാണിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. 2:30 ഫസ്റ്റ് ഗ്യാപ്പിലാണ് നല്ല മഴ പെയ്യുന്നുണ്ട്. ആരെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നിന്നും വിട്ട് നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാമായിരുന്നു. അവിടെയൊക്കെ കുറച്ച് പേരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അത് മഴ പെയ്തുകൊണ്ട് കൂടി നിൽക്കണം, നടന്നു പോകാൻ വയ്യാതെ. ഒരു സൈഡ് കുറച്ച് കാർട്ടൂണൊക്കെ ഇട്ടിങ്ങനെ പാലൊക്കെ കയറ്റി ഒന്ന് അടിപൊളിയായിട്ടാ. വേറൊരു ബായത്തിന് ആത്മീ 5 ആത്മീ, ഒരു 5 ആളൊന്നും നമുക്ക് കൊണ്ടുപോകല, നടക്കൂല. തേങ്ങമാരാകെ നേരം പെയ്യും. 3:15 സമയം. ചിന്നെ ചീത്തറിയും. വേറെ ഒന്നല്ല, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണ്ടേ. സമയം ഇത്ര ആയും ചെയ്തു. 3:30 ആകുമ്പോഴേക്ക് ഡോക്ടറെ അടുത്ത് എത്താൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഫ്രണ്ടിൽ ഇരുന്നപ്പോ പിന്നെ ഒരു ടീം വന്ന് വിളിച്ചിട്ട് 280 രൂപയുടെ ട്രിപ്പ് വന്നു. അപ്പൊ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞിങ്ങനെ മടങ്ങി പോവാ വീട്ടിലേക്ക്. 280 റുപ്യന്റെ ട്രിപ്പ്. ഇന്നത്തെ ദിവസം നമ്മുടെ ദിവസാട്ടാ. ചെറിയണ് ഉച്ച വരെ നമുക്ക് ഓടാൻ വേണ്ടി പറ്റുള്ളൂ മര്യാദക്ക്. അത് ഞാൻ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. വീട്ടിലാണ് സാമ്പാറുണ്ട്, മമ്പയറുണ്ട്, അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ട്. ഇത് ഞാൻ വാങ്ങിയ മീന. ഫേദറല്ലത്, അത് നല്ല മീനല്ലേ? നല്ല മീനാണ്, വാണിയമ്പലത്തിൽ നിന്ന് വാങ്ങിയത്. എന്നാൽ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഞാൻ പോവാൻ നോക്കട്ടെ. 3:20. ആര്യനെ സ്കൂളിൽ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോവാണ്. അപ്പൊ ലാബിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് ഞാൻ വാങ്ങാൻ വേണ്ടി മറന്നിട്ടുണ്ട്. ആ, ഡോക്ടറെ കാണിക്കില്ലേ? ആ, റിസൾട്ട് വാങ്ങാൻ വേണ്ടിട്ട് അത്ര തന്നെ. അതായത് നിലമ്പൂർ റോഡിനൊക്കെ നല്ല റോഡ് നനവുണ്ട് കേട്ടോ. വണ്ടൂർ മഴയൊന്നുമില്ല. വണ്ടൂർ മഴ ഉണ്ടായിരുന്നത് ഞാൻ ഇതിന് മുമ്പ് ആ ട്രിപ്പ് പോയപ്പോഴാണ്. ഇവിടെയൊക്കെ നല്ല റോഡ് നനവ്, നല്ല തണുത്ത ക്ലൈമറ്റ്. അതുപോലെ തന്നെ റോഡിന്റെ സൈഡിലേക്ക് ഇതുപോലെ പൈപ്പുകൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഒരു വാട്ടർ ലൈൻ തന്നെ കാരണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ റോഡ് ഇപ്പം അടുത്ത് പുതിയ ടാറിങ് ചെയ്തതാണ്. ഇതിന്റെ സൈഡൊക്കെ മാന്തി പൊളിച്ച് ഇത് പരപ്പാക്കാൻ സാധ്യതയുണ്ട്. വടവറ എത്തിയപ്പോഴേക്ക് നല്ല മഴ പെയ്തു കേട്ടോ. അടിച്ച പൊളിച്ച മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സൈഡ് കർട്ടനൊക്കെ ഇട്ട് ആരും കിടന്നു തോന്നുന്നു. കർട്ടനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത്തരം മഴ പെയ്യുമ്പോഴേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാടിനകത്ത് കയറിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ഇതിനകത്ത് നല്ല ഇരുട്ട്. പിന്നെ വലിയ വെള്ളത്തുള്ളി കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ആളുകളൊന്നുമില്ല. സൈഡിലൊന്നും വണ്ടികളൊന്നും പാർക്ക് ചെയ്തിട്ടില്ല ആരും. എല്ലാവരും ഇങ്ങനെ മഴ പെയ്യുമ്പോഴേക്ക് ഇവിടെ രസമല്ല. കാരണം ഇവിടെ നിൽക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ചൂടുമ്പോ എടുക്കണ്ടെങ്കിൽ ഇതൊരു താത്തിട്ടാ മതി. ഇതാണ് നമ്മൾ AC. അത് കാത്തണ്ട. ഇത് മതി. ആണ്ട. അപ്പം മഴ ഇങ്ങനെ പെയ്യും, കാറ്റ് ഇങ്ങനെ കിട്ടുമ്പോ. അതേപോലെ AC വേണോ? AC വേണമെങ്കിൽ ഇവിടെ തുറന്നിടാ. AC2 ഓക്കെ. ഓള് ഉറങ്ങിയത് ഇല്ലല്ല. കടിച്ചു ഞാൻ ഇല്ല. ഓക്ക് ഫോൺ വേണം പോലെ. ഓള് ഇവിടെ വരുന്ന തന്നെ ഫോണുമ്മ കളിച്ചു.
ഇല്ലല്ല, ഇന്ന് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണം അവിടെ. സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കാം നമുക്ക്. എന്താ സ്കൂൾ ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞേ? ടീച്ചർ എന്താ പറഞ്ഞേ? അതാ പറഞ്ഞേ? ഇല്ലട്ടാ, ഓള് വെറുതെ കാട്ടാണ് അല്ലേ? വെറുതെ കോട്ടോളൂ. ഓള് നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാ. ഇഞ്ഞോള് ഞാനിങ്ങനെ കൊറേ നേരം വർത്താനം പറയും, ഞങ്ങളിങ്ങനെ കയ്യൊട്ടി കളിച്ചൊക്കെ ചെയ്യും. ആ സീറ്റിലൊക്കെ ചളിയാക്കിയില്ലേ? മാറിക്ക, തുടക്കട്ടെ. ആ ഉണ്ടാ, അപ്പൊ നല്ല കുട്ടിയേ. ഇത്ര ഉള്ളു പണി. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കാണിച്ചിട്ട് റിട്ടേൺ പോവാണ്. നമ്മള് ഡോക്ടറെ കാണിച്ചു റിട്ടേൺ പോവാ. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. അപ്പൊ ഇനി നേരെ വണ്ടൂര് കേട്ടോ. അപ്പൊ സമയം എന്ന് പറയുന്നത് 5:05 5:05. ഇനിയിപ്പോ എന്തായാലും അരമണിക്കൂർ എടുക്കും. അരമണിക്കൂർ റണ്ണിങ് ഉണ്ട് വണ്ടൂരിലേക്ക്. അത് വരെയും കൊണ്ടാവുമ്പോഴാണ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് അരമണിക്കൂറൊന്നും വേണ്ട, 10-20 മിനിറ്റ് ഒക്കെ മതി. ഇപ്പൊ വല്ലാതെ ചാടിക്കാനോ കുലിക്കാനും പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വരെ കൊണ്ടാക്കി ഇറങ്ങുമ്പോഴേക്ക് എന്തായാലും ഒരു 6 മണി 6:15. ഉച്ചവരെ നമ്മൾ എന്തായാലും 1070 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. ഉച്ചവരെ നമ്മൾ ആ ഒരു റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. ആദായ വിൽപ്പന ഉണ്ട് ഇവിടെ നിലമ്പൂര്. അത് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാന്ന് കരുതിയിട്ട് ഇറങ്ങുവാണ്. എന്താ അവസ്ഥ അറിയില്ല. ഇതിവിടെ കോടതി പടിക്ക തന്നെയാണ് കേട്ടോ. ഏതെടുത്താലും 199 രൂപ മാത്രം. മഹാത്ഭുതം. എന്താണാവും. ഇതൊരു ലോകാട്ടാ, ഒരു പെരും ലോകം. മക്കളെ വലിയൊരു ഏരിയ ഷീറ്റ് ഇട്ടാണ്ട ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ചിന്നു ടോപ്പൊക്കെ നോക്കുന്നുണ്ട്. ഏതായാലും ഒക്കെ 99 റുപ്യ. ഇതിനൊക്കെ 99 റുപ്യ വേണം. പരസ്യം നല്ലേ. എന്തായാലും അത്യാവശ്യം ബില്ലാക്കി കേട്ടാ. ഇതിങ്ങനെ കാണാൻ അത്രല്ലേ ഉള്ളൂ. പക്ഷേ എങ്കിൽ 12,000 റുപ്യൻ്റെ സാധനമുണ്ട്. ഈ 199 റുപ്യ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒരു മാജിക് നമ്പർ പോലെയാണ്. അതായത് 10 എടുത്ത് 2,000 ആയില്ലേ. അതാണ്. വേറെ വീട്ടിലാണ് ഇപ്പം എത്തിയിട്ടുള്ളൂ. തലയൊക്കെ ചെറിയുണ്ട്. കാരണം എന്താ വെച്ചാൽ 10 സമയം ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ 1,070 റുപ്യ കൂടി. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അതൊക്കെ കാണിച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോന്നപ്പോഴേക്ക് സമയം കുറച്ചായി. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഇനിയിപ്പോൾ ഒതുങ്ങിക്കൂടാന്നുള്ളതിനുള്ളൂ. അടുത്ത നാളത്തെ ദിവസം നാളത്തെ ഡേ എങ്ങനെ നമുക്ക് നോക്കാം. ഇന്നത്തെ ഡേ നിങ്ങൾ കണ്ടില്ലേ, നാളത്തെ ഡേ വേറെ രീതിയായിരിക്കും. എന്നായിക്കോട്ടെ, ബൈ. നാളെ